നമ്മളിതേ ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നേക്കായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് വന്നിട്ട് അതെ ഇവിടെ നല്ല ഭംഗി എന്നെ വിളിച്ചു ഇങ്ങനെ വാഷ്റൂമിൽ കയറി വന്നിട്ട് നമുക്ക് ഇവിടെ ചായ കുടിച്ചിട്ട് വരാം. ക്ലിയർ ഇല്ലേടാ? ക്ലിയർ ഇല്ലേ? തമിഴ്നാട്ടിൽ നല്ല ചായ കിട്ടും കേട്ടോ. ചായക്കാണെങ്കിൽ നല്ല മധുരവും ഉണ്ടാകും. നമ്മുടെ നാട്ടിലുള്ളതിൽ കൂടുതൽ മധുരമായിരിക്കും, പക്ഷേ എന്നാലും അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ പല സ്ഥലത്തും പല സൈസാണ്. ചിലപ്പോൾ നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചായ ഉണ്ടാകുള്ളൂ. മിക്കയിടത്തുനിന്ന് അങ്ങനെയാണ് കുടിക്കാറ്. ഇപ്പോൾ ഇവിടുന്ന് നല്ല ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ അതിൻ്റെ ഒരു അരികത്തുകൂടി അതും നടക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇതാണ്. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഒരു ആസ്വാദനം നൽകുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ പോയി അവിടുത്തെ ഇത് ആസ്വദിക്കണേലും നല്ലത് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുക, അതും കുടുംബത്തോടൊപ്പം എല്ലാവരും ഒത്തൊരു യാത്ര ചെയ്യുക. ഇടയ്ക്ക് വണ്ടികളൊക്കെ വണ്ടി നിർത്തി നമുക്ക് ചായയും സ്നാക്സും ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. അതൊക്കെ ഭയങ്കര ഒരു രസമുണ്ട് അത്. അപ്പോൾ തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ വിൻഡ് മിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അവിടെ കറണ്ടൊക്കെ സുലഭമായി കിട്ടുന്നത്. ഇതൊക്കെ അവിടെ വെള്ളം കുറവാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അവിടെ തമിഴ്നാട് എപ്പോഴും ആശ്രയിക്കുന്നത് കേരളത്തെയാണ് വെള്ളത്തിനും ഇതെല്ലാം ആശ്രയിക്കുന്നത്. അപ്പോൾ അവർ കണ്ടെത്തിയ മാർഗമാണ് ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാറ്റാടി യന്ത്രങ്ങൾ. അപ്പോൾ അവിടെ വെള്ളത്തിനൊക്കെ ഇത് സുലഭമായിട്ട് വെള്ളമൊന്നും കിട്ടാത്തത് കാരണം അവിടുത്തെ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാറ്റിൽ നിന്നാണ് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിറയെ ഏക്കർ കണക്കിന് സ്ഥലം നമ്മൾ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കേണ്ട കാറ്റാടി പാടങ്ങൾ എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലും ഇതൊക്കെ കാറ്റാടിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം നേരിട്ട് കാണുന്ന ഒരു ഇത് എല്ലാവരും കണ്ടവരൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്കിത് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടാ ഇതുപോലെയുള്ള ഈ യാത്രയും ഈ കാറ്റാടി പാടങ്ങളും ഇതെല്ലാം നിറഞ്ഞത്. ഇവിടുത്തെ വില്ലാസ് ഒക്കെയാണ്, അപ്പാർട്ട്മെന്റുകളും ഇതൊക്കെയാണ്. സിറ്റി അങ്ങോട്ട് ആ വഴി കണ്ട ബസ്സൊക്കെ പോണ കാണുന്നതേ കണ്ടില്ലേ. ഇവിടെയൊക്കെ മിക്ക സ്ഥലത്തും ക്ഷേത്രങ്ങൾ പതിവ് കാഴ്ചയാണ് ഇവിടെ തമിഴ്നാട്ടിൽ. നമ്മള് ട്രെയിനിന് വരുമ്പോ ഇങ്ങനെയുള്ള കൗതുകമായിട്ടുള്ള കാഴ്ച ഒന്നും കാണൂല, അറിയാൻ പറ്റില്ല. ട്രെയിനിന് വരുമ്പോ കൊറേ മല ഇങ്ങനെ, പിന്നെ കൊറേ ആര്യവേപ്പ് പോലത്തെ ചെടികൾ ഇതൊക്കെ ഉണ്ടാകും, അത്രയൊക്കെ ഉള്ളൂ. റോഡ് വന്നാലേ ഉള്ളൂ നമ്മള് എക്സ്പീരിയൻസ്. ഇത് എവിടെ വരണം കംപ്ലൈന്റ് ആയിട്ട് എടുക്കണത്. അമ്മ കണ്ടാ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ. അമ്മ ഗൂഗിളിൽ നോക്കിയിട്ട് അവിടെ ഇരുന്ന് വഴിയൊക്കെ പറഞ്ഞു തന്ന് തെറ്റാതെ. ഇടയ്ക്ക് അമ്മ വഴക്കൂടെ ഇതൊക്കെ ചെയ്യും. അപ്പോൾ പറയും ഞാൻ വഴി തെറ്റിച്ച് തരൂ എന്നൊക്കെ പറയും. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും കേട്ടോ അവിടെ ഇരുന്ന്. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ സൈഡിൽ കുറേ പൂക്കൾ ഇങ്ങനെ മറിഞ്ഞെടുപ്പുണ്ട്. ഏതെങ്കിലും വണ്ടി അവിടെ മറിഞ്ഞതാണോ ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് അത് കാരണം പൂക്കച്ചവടക്കാർ കളഞ്ഞു പോയതാണോ എന്നറിയില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴാണ് അത് കണ്ടത്. അതിനിപ്പോൾ ഇതിലൂടെ ഉള്ള പോക്കും ഭയങ്കര രസം. നമുക്ക് കാറിലിരുന്ന് ഇങ്ങനെ പോകാനേ സാധിക്കുള്ളൂ. കാരണം അവിടെ നിർത്തി കുറേ നേരം അവിടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ പലതരത്തിലുള്ള കൃഷികളും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ കയറി ഇറങ്ങി അങ്ങോട്ടൊക്കെ പോയി വരുമ്പോഴേക്കും സമയം കുറേ വൈകും. അപ്പോൾ നമ്മൾക്ക് അറിയില്ലാത്ത, നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ് ഈ റൂട്ടും ഇതൊക്കെ. നമ്മൾ ട്രെയിനിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുവഴി ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇരുട്ടുന്നതിന് മുൻപ് നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്തണം. അവിടെ റൂം എടുക്കണം. റൂമൊന്നും ബുക്ക് ചെയ്തൊന്നും പോകുന്നതല്ല, അവിടെ ചെന്നിട്ട് എടുക്കണം. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മളിങ്ങനെ ആളുകൾ ഇതിൽ പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഇതൊക്കെ ചെയ്യണ്ടായിരുന്നിട്ട് നിർത്തി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാറ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വണ്ടർലയിൽ പോയതിലും കൂടുതലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിലൂടെയുള്ള ഈ യാത്രയും ഈ കാറ്റും ഇതൊക്കെ. നമ്മൾ ട്രെയിനിനാണ് ഇതുവരെ കുറേ പ്രാവശ്യം തമിഴ്നാട് ഒക്കെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ റോഡ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നല്ല രസമാണ് ഇവിടെ കൃഷി സ്ഥലങ്ങളും കാറ്റും ഇതും. എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാനായിട്ടെന്നറിയാമോ, കാറ്റാടി ഇതൊക്കെ. എത്ര നിന്നിട്ടും മതിയാവണില്ല. പക്ഷെ നമുക്ക് ഇനി ഒരുപാട് കിലോമീറ്റർ ഓടാനുണ്ട്. മധുരയിലെത്താനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത് കാരണം നമുക്ക് ഇരുട്ടിന് അധികം രാത്രി ആവണേന് മുമ്പ്, ഇരുട്ടിന് മുമ്പ് എത്താൻ കഴിയില്ല, അധികം രാത്രി ആവണേന് മുമ്പ് നമുക്ക് അവർ ഇന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അവർ മാത്രമല്ല വേറെ ഇതിലെ പോകുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടിട്ടാണ്. ഇവിടെ ഭയങ്കര കാറ്റ് കൊണ്ട്
ദിണ്ടിഗൽ 103 കിലോമീറ്റർ, തഞ്ചാവൂർ 250, പളനി 48 കിലോമീറ്റർ. നമുക്ക് ഇതിലാണ് റേറ്റ്. ലീഫ് ഒടിഞ്ഞ് താഴെ കിടക്കണതിന്റെ അതെ, അതിന് 2 എണ്ണം ഉണ്ടായുള്ളൂ. വഴിയിലൊക്കെ കച്ചവടങ്ങളും ഇതൊക്കെ, ആളുകളൊക്കെ ടൂർ പോണ ആളുകളൊക്കെ ഇവിടെ നിർത്തി പോണം. മെയിനായിട്ട് പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാടുള്ളത് തെങ്ങുകളാണ് കേട്ടോ. ഒരു കാലത്ത് നമ്മളുടെ നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു കൂടുതൽ തെങ്ങെങ്കിൽ ഇപ്പോൾ അതെല്ലാം തമിഴ്നാട്ടിലാണ് ഉള്ളത്. രസമില്ലാതെ കൃഷിയിടങ്ങളും അത് കുറേ കഴിയുമ്പോൾ പിന്നെ അതുപോലത്തെ ഒരു ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ വീടൊക്കെ ഇപ്പോൾ വീടാണെന്ന് തോന്നൂല, നമ്മളുടെ അവിടുത്തെ പോലെ സൺഷൈഡ് കാര്യങ്ങൾ ഇതൊന്നും ഇല്ല ഇവിടെ. പക്ഷെ മുറ്റമൊക്കെ ഇങ്ങനെ ടൈല് വാങ്ങി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ പൂവിട്ടിട്ടുണ്ട്, എന്തോ കൃഷിയാണത്, കുക്കുംബറാണെന്ന് തോന്നണ. പിന്നെ അവിടെ എന്താ നെൽവയല് പോലെ ഒരു ഇത് ഇല്ല. അവിടെ പിള്ളേരാ മരത്തിന്റെ ചോട്ടിലിരിക്കണ നല്ല രസം, വട്ടം കൂടി ഇരിക്കണ ഒരു നല്ല പടർന്ന മരത്തിന്റെ അവിടെ. എന്ത് ഭംഗിയായി റോഡ്. എവിടെ? ആ, ഇതുപോലെ പല സ്ഥലത്തും ഉണ്ട്, വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ചില കൃഷി സ്ഥലത്തൊക്കെ. ഇത് കുറച്ച് വലുതാണ്. ആ തെങ്ങിന്റെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പ അവിടെ വട്ടത്തിലുണ്ടായിരുന്നു. എന്ത് ഭംഗി കാണാണ്ട്, എന്ത് വൃത്തിയാന്ന് നോക്കിയാ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാനല്ലേ. അതെന്തെന്നാ അത് മുളകാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഒരുപാട് ആളുകളൊന്നും നിറഞ്ഞു നിന്ന് കൃഷി ചെയ്യുക അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മയിലുകളൊക്കെ പാസ് ചെയ്യണ കാണാം, അവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് നമ്മൾ കാറിന് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റുമൊക്കെ അടിച്ചിട്ട്. അപ്പോൾ പല സ്ഥലത്തും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയ കൃഷി അവർ ഇറക്കിയൊക്കെയാണെന്ന് തോന്നും. അങ്ങനത്തെ രീതിയൊക്കെ ആയിരുന്നു കേട്ടോ. വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. തക്കാളിയാണത്, മുളകൊക്കെ ഉണ്ട്. ആളുകൾ തിങ്ങി പാർക്കണ സ്ഥലമാണത്, കോളനി പോലെ. അവരുടെ വീടുകളൊക്കെ നോക്കി, ഇതെനിക്ക് തോന്നുന്നു ഗവൺമെന്റ് പണിത് കൊടുത്ത വീടുകളാണെന്ന് തോന്നുന്നു അല്ലേ. ഇത് ഇവിടുത്തെ കൃഷിക്കാരുടെ വീടുകളായിരിക്കും. ഇവിടത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് വേണ്ട, ബസ് കാത്തിരിപ്പ്. നിറയെ കൃഷിസ്ഥലങ്ങളും വിൻഡുവിലും എല്ലാം നിറഞ്ഞു നിൽക്കണം ഈ പ്രദേശത്തുകൂടി. നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നിട്ടാണ്. പക്ഷേ എത്ര യാത്ര ചെയ്യാലും മടുക്കാത്ത ഒരു സ്ഥലമാണിത്. ഈ യാത്രയുടെ പറ്റി ഞാനിങ്ങനെ നല്ല ഇതെന്താന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് നല്ല കുളിരേകുന്ന ഈ പ്രദേശത്തോടുകൂടിയുള്ള യാത്രയാണ് കേട്ടോ. ഈ ഭയങ്കര രസമാണ്. നമുക്ക് അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയുള്ളൂ ഈ കാറ്റും ഈ പ്രദേശവും ഇതൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ചെല്ലുമ്പോൾ ഇനി കടകളും ഇതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് നല്ല ശാന്തസുന്ദരമായ ഒരു ട്രാവലിംഗ് ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ എൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്തി ആയി പോകും. ഡ്രൈവിങ് ചെയ്യാനും ഇതെല്ലാം പറ്റിയ സ്ഥലമുണ്ടത്. അപ്പോൾ നേരം സന്ധ്യ ആകാറായി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം.